അപ്പോൾ ഹലോ, സുന്ദരമായ ഒരു ഗുഡ് ഈവനിങ്ങിലാണ് നമ്മൾ നമ്മളെ കഥ പറയാൻ വന്നതാണ്. നമ്മളെ കഥ കുറച്ച് റൊമാൻറ്റിക്കായ ഒരു സീനാണ്. പിന്നെ ആ കഥ നമുക്ക് പറഞ്ഞല്ലോ വെക്കും, അതുകൊണ്ട് പറയാണ്. പിന്നെ ഞാനത് പറയേണ്ട വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റായിട്ടൊന്നും ഇതിനെ പറ്റിയിട്ട് ധരിക്കരുത്. കാരണം നമ്മൾ ആ കഥ എഴുതിയത് അതുപോലെ നമ്മൾ പറയണ്ടേ. അപ്പം നമ്മളത് പറയാണ് കേട്ടോ. കേൾക്കാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പം പിന്നെ ഈ കഥ നമ്മളെ സ്റ്റാറ്റസിലിടല. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ സ്റ്റാറ്റസിലിട്ടാൽ നമ്മളെ ഫാമിലിയിലെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ ശാലിനീൻ്റെയും സാബുവിൻ്റെയും കഥയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ എന്തോ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ ഇവർ നൈറ്റിൽ സാബു ഈ വെപ്പാരടുത്ത് നല്ല കുറേ നേരം നിന്ന് പിന്നെ കുറേ സമയം പാർട്ടിയൊക്കെ കഴിഞ്ഞ സമയത്ത് അവർ എന്താ പറയുക, പൂവൊക്കെ കൊണ്ടു കൊടുത്തല്ലോ, ശാലിനിക്ക് പൂവൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ അവർ പോയി. അങ്ങനെ സാബു അവിടെ തന്നെയാണ്, അവിടെ വെപ്പാരടുത്ത് തന്നെ ഉണ്ടായിണ്ടാവുക. അപ്പോൾ ശാലിനി അറിയടാ, നീ ഇത്തിരി പോയി കിടക്കട. അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാം, എടി നീ പോയി കിടന്നു, എനക്ക് നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരിയാവണം, പോയി കിടന്നു. അപ്പോൾ നിനക്ക് ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങിക്കോണ്ട്, ഈ ഇന്നെ ഉറക്കണ്ട. ഞാൻ ഇവിടെ ആരാളുള്ളത്? അവിടെ ഇപ്പോൾ വയസ്സായ ആൾക്കാർ ഇരുന്നാൽ ശരിയാവില്ല. ഇനി മഴ പെയ്താലോ ഒരിക്കൽ അതും ഇതൊക്കെ കൊണ്ട് പോയാണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇരുന്നോണ്ടെന്ന് പറയും ഓളോനോട്. അവർ ചോറ് നടാ, ഞാൻ അവിടുന്ന് കാർത്തികൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടിയമാതിരി സ്രാവും കറിയൊക്കെ കൂടി ചോറൊക്കെ തിന്നിട്ടാണല്ലോ വന്നത്. അപ്പോൾ അവൻ ചോദിക്കും, എന്തെങ്കിലും കഴിച്ചെടിയെന്ന് വയ്ക്കും. അപ്പോൾ ഓളറെ, എനിക്ക് ഇനി ഒന്നും വേണ്ടടാ, രാത്രി എനക്കൊന്നും വേണ്ട, എനിക്ക് ഇനിയിപ്പോൾ നാളെ കല്യാണത്തിൻ്റെ കാര്യം ആലോചിച്ച് ജീവിക്കാം. ഈ വേണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് വല്ല പഴം എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് പോയി ഇച്ചിരി ഉറങ്ങാൻ പോകും നോക്ക്. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങട്ടടാ. ഈ ഉറങ്ങിക്കോ, എന്നോട് ഇവിടെ എത്താൻ പറഞ്ഞില്ലല്ലോ ആരും. നീ ദേശം പോയി ഉറങ്ങിക്കോ പറയും. അങ്ങനെ അവൾ മനല്ല മനസ്സോടെ. അപ്പോൾ അറിയാം കുറച്ച് കഴിഞ്ഞാൽ പോയി ഉറങ്ങണേ, ക്ഷീണപ്പെടുക. ഞാൻ ക്ഷീണപ്പെട്ടോട്ടെ, സാബു അത്ര വേഗമൊന്നും ക്ഷീണപ്പെടില്ല എന്ന് പറഞ്ഞു കണ്ട് ഓനവിടെ ഇരിക്കുക. അപ്പം പറയും, പൊയ്ക്കോ വിപ്പാരൊക്കെ നോക്കണ്ടിട്ട് ശാലിനി പോയിക്കോ പറയും. അങ്ങനെ ശാലിനി പോയി. ശാലിനിയും നമ്മളെ മക്കൾ നന്ദിനിയും അങ്ങനെ എല്ലാവരും ഓരോ ഫാമിലിയിലുള്ളവരൊക്കെ ഇച്ചിരി കിടക്കും. അപ്പോൾ വാസേട്ടൻ വന്നിട്ട് പറയും, മോനെ സാബു കിടക്കണ്ടേ? അവർ വാസേട്ട ദേശം പോയി കിടന്നോ. വാസേട്ട ഉറക്കുകയൊന്നും വേണ്ട, വേഗം പോയി കിടന്നോ. ഗുളികയൊക്കെ കഴിച്ചോ? ഗുളികയൊക്കെ കഴിച്ചു മോനെ. നീ ഇവിടെ ഉണ്ടാവും, ഒരിടത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും, അവർക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. വാസേട്ടൻ വയ്ക്കോ, എല്ലാവരും പോയി കിടന്നോളി എന്ന് പറയും. അങ്ങനെ വാസേട്ട ദേശം പോയി കിടന്നിട്ട് കിടക്കുമ്പോൾ പരമേശ്വരനോട് പറയും, ആ ചെക്കുള്ളതിനെ കൊണ്ട് ഒരു സമാധാനത്തിൽ കിടക്കണത് എന്നൊക്കെ പറയും. നല്ലൊരു ചെക്കനാണെന്ന്. അപ്പോൾ അമ്മായിയൊക്കെ പറയും, നല്ല മോനാണില്ലേ മോനെ. അമ്മായിയൊക്കെ ഓരോ റൂമിൽ താഴേക്കായിരിക്കും കിടക്കണ്ടാവുക. അപ്പോൾ നല്ലൊരു മോനല്ലേ ആ കുട്ടി. അപ്പോൾ നല്ല കുട്ടീനെ ഒക്കെ പിടിപാടുള്ളൊരു ചെക്കനാണെന്നൊക്കെ പറയും. അപ്പോൾ വീണു വന്ന് അവൻ്റെ സാബുവിൻ്റെ അടുത്തിരിക്കും. അപ്പോൾ സാബു പറയും, വീണു ഈ പോയി കിടന്നടാ. വേണ്ടടാ, ഈ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കിടക്കുന്നൊന്നുമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുലായിൽ പോയി കിടക്കാം, നമുക്ക് രണ്ടാക്കുന്നറിയാം. അങ്ങനെ ഓൻ കുറേ നേരം അവിടെ ഇരിക്കും. കുറേ സമയം ഇപ്പോൾ ബാലേട്ടൻ പറയും, എടാ എന്നാൽ ഇനി കുറച്ച് ഞാൻ അവിടെ ഇരുന്നോളാം, ഈ പൊയ്ക്കോന്ന് പറയും. സാബിനോട് പറയും, വേണ്ട ഏട്ടൻ പോയി കിടന്നു. ബാബു വന്ന് പറയും, ബാബേട്ട വേഗം പോയി കിടക്കുന്ന പറയും. അവനെ നേരത്തെ കിടക്കാൻ പറ്റും, പുതിയക്കനല്ലേ, ക്ഷീണപ്പെടും, വേഗം ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ സാബു. അങ്ങനെ വേണുവിൻ്റെ അടുത്തിരുന്ന് ഇവർ കുറേ കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വേണു ഇങ്ങനെ അവിടുമ്പോൾ പറയും, എടാ ഈ ആ കൊല്ലയിൽ പോയി രസം കിടക്ക്. അവർ ഈ കിടക്കില്ലേ, ഞാൻ കിടന്നോണ്ടടാ. ഇവർക്ക് ഇനിയിപ്പോൾ ചെമ്പും ചരക്കൊക്കെ ഒന്ന് ഇറക്കാനും പിടിക്കാനും രണ്ടാളുള്ളൂ, ഒരാളും കൂടി വേണമെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെടാ ഈ ഉറങ്ങണ്ട, എങ്ങനെ ആ സാറിലിടാ ഈ പോയി കിടന്നോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ ആറ്. അങ്ങനെ ഞാൻ നത്തിരി ഒന്ന് കണ്ണുമാളിക്കട്ടെ, ഈ എന്നെ വിളിച്ചോണ്ടിന്നൊക്കെ പറഞ്ഞു. ആ കൊലായിലെ തണയമ്മ പോയി ഇങ്ങോട്ട് കിടക്കും, നന്നായിട്ട് ഉറങ്ങി. തണയമെന്നൊക്കെ ഉറക്കത്തിൽ കൊണ്ടു പറഞ്ഞ് താഴെയും കിടന്നുറങ്ങി. അങ്ങനെ സാബു വന്ന് നോക്കുമ്പോണ്ടാവും തണയമ്മ കിടന്ന ആളെ കാണുന്നുണ്ടാവില്ല. അപ്പം എന്താ താഴത്ത്. അപ്പോൾ സാബുവിന് ചിരി വരും. ഇനിയിപ്പോൾ താഴത്ത് വീണതാണോ താഴത്ത് ഇറങ്ങി കിടന്നതാണോ എന്നറിയില്ല. ഈ രാവിലെ ചോദിക്കും ഉറങ്ങിക്കോട്ടെ, ആ ഇലക്കെട്ടിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും കിടക്കണ്ടാവുക. അങ്ങനെ നേരെ വെളുക്കാനായപ്പോൾ 3 മണിയായപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ സുകന്യയും സുഗന്ധിൻ്റെയൊക്കെ അച്ഛനും
ഒക്കെ ഉറങ്ങി നീച്ച് ഇങ്ങനെ വരും കേട്ടോ അവിടേക്ക്. അവർ സാബു ഈ കിടന്നില്ലേനേടാ, ഇല്ല എന്നാൽ ഈ ഇത്തിരി പോയി കിടന്നോ, ഇത്തിരിയെങ്കിലും വേണ്ട, അല്ല ഇത്തിരിയെങ്കിലും കണ്ണു മളഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഈ പൊയ്ക്കടാ. പിന്നെ ഒരു നിർബന്ധിക്കും എന്നാൽ ഞാൻ അപ്പോൾ ഒരു വെപ്പാരും പറയാം, ആ മോനെ ഈ ഇച്ചിരി പോയി കിടന്നടാ, എന്നാൽ ഈ കിടന്നറ. അങ്ങനെ നമ്മൾ സാബുമോൻ പോയി കിടന്ന് ഉറങ്ങി സുന്ദരമായിട്ട് ഉറങ്ങി. ഒരു 5-5:30 ആയപ്പോൾ നമ്മളെ ശാലിനി ഉറക്കത്തെ നീച്ചോളം എന്ത് ചെയ്യും, വേഗം പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുളിച്ചിങ്ങാണ്ട് മുടി നേരിട്ട് ഇങ്ങനെ പിന്നിട്ടിട്ട് ഇവള് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു 5-5:30 കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അപ്പടി ഇവള് വെപ്പാരുടെ അടുത്തൊക്കെ വന്ന് നോക്കുമ്പോൾ പിന്നെ സാബുമില്ല. പിന്നെ കുലായിൽ വന്ന് നോക്കുമ്പോൾ വീണേട്ട ആ ഇലക്കറ്റിൻ്റെ മുകളിൽ തലയും വെച്ച് കിടന്നുറങ്ങുന്നത്, ചുരുണ്ട് പിടിച്ച് കിടക്കണേ. അപ്പോൾ ഇവള് പിന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഉണ്ടാകുമ്പോളെ ബാലുണ്ടാവും ഇങ്ങനെ മെല്ലെ വരുന്നത്. അപ്പോൾ ബാലേട്ടാ ഉറങ്ങിയില്ലേനിന്നല്ലേ? ഞാൻ നല്ല ഉറങ്ങി. പിന്നെ സാബു ഉറങ്ങണ്ട്, ഓനെ വിളിക്കായിരുന്നില്ലേ പിന്നെ ബാലേട്ടാ? അതെന്തിന്? ഇതാ ഇപ്പം കിടന്നിട്ടുള്ളൂ ഇട്ടടി. വന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്. പിന്നെ ഞാനൊരു കുറച്ചും കൂടി കിടന്ന്. പിന്നെ അപ്പോൾ പിന്നെ എന്നാലും ഉറങ്ങിയ പിന്നെ നീക്കൂല. ബാലേട്ട ഓനെ വിളിക്കേനി, ഒന്ന് വിളിച്ചുവിടേനി. എടി കണ്ണുച്ചോരില്ലാത്ത ഇത് പറയലേ ശാലിനി മോളെ, എൻ്റെ ഇപ്പം നേരെ വെളുക്കാൻ നേരത്തെ ഉറങ്ങിയിട്ടില്ലുള്ളൂ. പിന്നെ ഞാൻ വിളിക്കാനൊന്നും പോകില്ല, ഓൻ്റെ അടുത്തൊന്ന് വായിൽ വരുന്നേ കേൾക്കും എന്നറിയാം. അപ്പോൾ അറിയാം ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ബാലേട്ട. അപ്പം ബാലങ്ങനെ ചിരിച്ചിട്ട് പറയും, ഈ പോയി വിളിച്ചാൽ ചിലപ്പോൾ ചീത്തയേക്കൂലേക്കും, ഒരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പറയും. അപ്പോൾ അറിയാം ആരടുത്തും പറയണ്ടട്ടെ, ഞാൻ അങ്ങോട്ട് പോയതാന്ന് ബാലേട്ടാന്ന് പറഞ്ഞിട്ട് ഓളും മെല്ലനെ ചാടി കളിച്ച് മെല്ലെ അങ്ങോട്ട് പോകും. ഇങ്ങനെ നേരെ ഇങ്ങനെ വെളുക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ഉണ്ടാകുമ്പോൾ സാബുവിൻ്റെ അമ്മ മുറ്റടിച്ച് തരണേ. അപ്പടി ഓള് മുറ്റത്ത് ഇങ്ങനെ നിൽക്കും, ഒരു ചടപ്പ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ മോളെ വന്നേ? ഒരു സാബു നീച്ചില്ലേ? സാബുവിന് അച്ഛൻ തിരക്കുണ്ട്, അച്ഛൻ നീച്ചോ ഉള്ളൂ, കട്ടൻ ചായക്കൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സാബു നീച്ചില്ലേ മോളെ? ഓൻ വന്നപ്പോഴാണ് അമ്മ നീച്ചത്. നേരെ വിളിക്കോളും അവിടെ ഇല്ലേ, ഓൻ കിടന്നോട്ടെ, ഇച്ചിരി ഉറങ്ങിക്കോട്ടെ, ഉറങ്ങിയില്ല ഇപ്പം ചെന്നാലും അവന് ദേഷ്യം പിടിക്കും. അപ്പോൾ ആണോ അമ്മ, ഓൻ പിന്നെ നീക്കൂല, അമ്മ വിളിക്കുമോ? ആ മോളെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിളിച്ചോണ്ട്, മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട്. മോള് പോയി വിളിച്ചിട്ട് ഇപ്പം മൂക്ക് കേൾക്കും, മോളങ്ങോട്ട് പോയിക്കോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ധിക്കരിച്ച് അങ്ങോട്ട് പോകാനും വയ്യ. അപ്പോൾ പറയാം പിന്നെ അമ്മ വരില്ല അങ്ങോട്ടേക്ക്. പിന്നെ ഉഷ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഉപ്പുമാവ് ഇതൊക്കെ റെഡി ആക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കൊക്കെ വേണ്ടേ. മോളെ ഞാൻ വേഗം ഒരു പാത്രം വെള്ളം പറഞ്ഞിട്ട്, കുറച്ച് വെള്ളം ചെക്കന്മാർക്ക് കുളിക്കാനും വേണം, അപ്പോൾ ഒക്കെ ഒന്ന് പാനയിൽ നിറച്ചിട്ടേക്കട്ടെ, ഞാൻ വിളിച്ചോണ്ടിട്ടോന്ന് പറഞ്ഞാൽ അമ്മ ചൂലും കൊണ്ട് അപ്പുറത്തേക്ക് പോയാൽ പടന്ന്. പിന്നെ ബക്കറ്റൊക്കെ എടുത്ത് പോണ ഇവളിങ്ങനെ കാണും, മുറ്റത്ത് ഇങ്ങനെ നിൽക്കേക്ക്. ഇവളെന്ത് ചെയ്യും, കുലായിലേക്ക് അങ്ങോട്ട് കയറും. കുലായിലേക്ക് കയറിയ സാബുവിൻ്റെ റൂം കുലായിൽ തന്നെയാണ്, കുലായിൽ കർട്ടനാണ്. കർട്ടൻ നീക്കി ഇവളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സാബുമ്പോൾ ഇങ്ങനെ തലക്ക് കൈ വെച്ച് എല്ലാം ഉറക്കം. അപ്പോൾ മെല്ലെ അങ്ങോട്ട് ചെന്നാൽ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഓക്ക് സാബുവിനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, സാബുവിൻ്റെ ചീത്തി കക്കട തടഞ്ഞ്. അപ്പോൾ നല്ല ഉറക്കപ്പോൾ കട്ടുമ്മലിങ്ങനെ ഇരിക്കും, കൈയൊന്നിങ്ങനെ ഇരുന്നിട്ട് അവൾ നോക്കുമ്പോൾ നല്ല ഉറക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കമായ ഉറക്ക്. അപ്പോൾ അവൾക്ക് പാവം തോന്നും കേട്ടോ, രാവിലെ വരെ ഉറങ്ങാണ്ട് അവിടെ ഇരുന്നില്ലേ. ഒക്കെ എത്രയോ ശ്രദ്ധയോടുകൂടി എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ്റെ കല്യാണമൊക്കെ നിയന്ത്രിച്ച് സാബു കൊണ്ടുപോയില്ലേ, ഞാൻ എന്തൊക്കെ വേദനിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അവളെങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പാവം തോന്നിട്ടോ. അപ്പോൾ എനിക്ക് വിളിക്കണ്ട, അമ്മ വിളിക്കുന്നല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ട് അവൾ ഇങ്ങനെ എണീക്കാൻ പോകുമ്പോൾ അവൾ വിചാരിക്കും, അവളെന്ത് ചെയ്യും ഇങ്ങനെ കുമ്പിട്ടിങ്ങാണ്ട് എന്ത് ചെയ്യും ഓൻ്റെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് അവൾ മെല്ലെ കൈ ഇങ്ങനെ കട്ടിൽ ഊന്നിയിട്ട് ഓൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉമ്മ കൊടുത്തത് ഓളെ മുടിയൊക്കെ ഇങ്ങനെ നനവല്ലേ അങ്ങനെ അങ്ങോട്ട് വീഴും ഓൻ്റെ മേലേക്ക്. അങ്ങനെ ഓള് നീച്ച പടന്നെ ഉണ്ടല്ലോ, കൈ എടുത്ത് ഇവിടെ ബെഡിൽ നിന്ന് കൈ എടുക്കുമ്പോൾ അങ്ങനെ നീച്ച് കൈ എടുക്കുമ്പോൾ ആ കൈ ഒരൊറ്റ പിടുത്തം പിടിക്കുക. നോക്കുമ്പോൾ നമ്മളെ സാബു ഇങ്ങനെ കണ്ണുറക്കണപ്പോഴേക്ക് സാബു ഉറങ്ങിയില്ല. അപ്പം പറയും ഞാൻ ഉറങ്ങിയേനെ, എന്നിട്ടോ ഇപ്പം എന്താ ഉണർന്നേ? അപ്പം പറയും എൻ്റെ ഉണർവിനുള്ള മരുന്ന് എനിക്ക് കിട്ടി, എന്നിട്ട് ഉണർന്നേ. എന്ത് മരുന്ന്? നീ എന്ത് മരുന്നാ തന്നേ? അതന്നെ. അപ്പോൾ അപ്പോഴേക്ക് അതറിയുന്ന വിധത്തിലുള്ള ഉറക്കയായുള്ളൂ സാബുവിന്. അപ്പം പറയും ഞാൻ ഉറങ്ങി. അപ്പം ഞാൻ വന്നിരുന്നത് അറിഞ്ഞോ? ഇല്ല. അപ്പം ചോദിക്കുക പിന്നെ എങ്ങനെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഉറങ്ങി? നന്നായി ഉറങ്ങിയില്ലല്ലോ സാബു. അപ്പം പറയും എടി
നിൻ്റെ സുഗന്ധം എനിക്ക് ഏത് പാതരി ഉണർവല്ലേ ഉണ്ടാക്കുക? പാതരില്ല സാബു, നേരെ വെളുത്ത് 5:30 കഴിഞ്ഞ്. ആണോ? ഇനി സാബു ഉറങ്ങോ? അപ്പോൾ എടി ഞാൻ നേരം വെളുത്തതിൻ്റെ ശേഷം വന്ന് കിടന്നത്, ഇത്തിരി ഉറങ്ങട്ടെ. അവർ ഈ ഉറങ്ങിയാൽ നീക്കൂലടാ, അതാണ്. അപ്പോൾ പറയും ഞാൻ നീച്ചോണ്ടടി. എന്നാ ശരി, എൻ്റെ കുട്ടി ഉറങ്ങിക്കട്ടോ പറയും. അപ്പടി എന്ത് ചെയ്യും? അപ്പടി ഇവന്ത് ചെയ്യും? അവളെ കൈ ഇങ്ങോട്ട് വലിച്ചോ അവൻ്റെ മേലേക്കിടും. അപ്പോൾ ഇങ്ങനെ കിടക്കും. കിടന്നിട്ട് എന്താ പറയും, എടി പോൻ ചോദിക്കുക. അപ്പോൾ അവളേക്ക് എന്താ എടി ഇന്ന് നമ്മളെ കാർത്തിക ടീച്ചർ, അവളെ ഫ്രണ്ടാണ് കാർത്തിക. അവന് അടി ഉണ്ടാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഥ എടുത്ത് വെച്ച് കാണണം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. പിന്നെ നമ്മളെ കാർത്തിക ടീച്ചറെ ഫസ്റ്റ് നൈറ്റ് അല്ലേ നിൽക്കുമോ? അപ്പോഴേക്ക് അതിന് കല്യാണം കഴിഞ്ഞോ സാബു? അവർ ഇന്ന് കല്യാണം കഴിയൂലേ, അപ്പോൾ ഇന്നത്തെ നൈറ്റ് അവർ ഫസ്റ്റ് നൈറ്റ് അല്ലേ. അപ്പോൾ അതിനിപ്പോൾ എന്തേ? പറയും നമുക്കും ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആക്കിയാലോ? അവളെ എന്താ സാബു ഈ പറയണത്? പറയും എന്നെ അവൻ പറയും എന്തേ എനിക്ക് പറയാൻ പറ്റൂലേ, അവരെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് നൈറ്റ്. നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കല്യാണം കഴിക്കുക. സാബു പോയൊക്കെ വന്നിട്ട് എങ്ങനെയടി 2 കൊല്ലം ഞാൻ കാത്തിക്കണത്? 2 കൊല്ലം കാത്തിക്കാൻ വയ്യ? കാത്തിക്കണേനൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന് മറുപടി പറയും. എന്ത്? പറയാം നമുക്ക് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആക്കിയാലോ എന്ന് ഞാൻ പറയാം. സാബു കാര്യമായിട്ടാണ് പറയണേ. പിന്നെ ഞാൻ കളിയായിട്ട് പറയാം, എടാ അനക്കെന്തടാ വട്ടാണ്ടാ? പറയാം വട്ടാണോ എന്ന് ചോദിച്ചാൽ വട്ടല്ല, ഞാൻ കാര്യം പറഞ്ഞ. ഇമ്പളെ കല്യാണം കഴിഞ്ഞല്ലേ, ഇമ്പളെ അമ്പലത്തിൽ നിന്ന് മോതിരൊക്കെ മാറിയല്ലേ, ആരും ഇല്ല എന്നല്ലേ ഉള്ളൂ. ഇമ്പള് കല്യാണമൊക്കെ കഴിച്ചതല്ലേ ശാലിനി? തന്നെ. എന്തടാ സാബു ഇങ്ങനെ പറയണേ? നീ നല്ല കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതൊക്കെ തെറ്റല്ലേടാ. അപ്പോൾ അവൻ പറയും തെറ്റാണ്. പിന്നെന്താ അങ്ങനെ ഒന്നും പറയില്ലല്ലോ. എനിക്ക് ഞാൻ ശാലിനിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ശാലിനിക്ക് ഇപ്പോൾ ഞാൻ ദുബായിൽ പോയി 2 കൊല്ലം കഴിഞ്ഞ് വന്ന് കല്യാണം മതി എന്നൊക്കെയാണ് ശാലിനി പറയണത്. അപ്പോൾ ശാലിനിക്കിപ്പോൾ എന്നെ തന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട, ഞാൻ നിൻ്റെ സ്വന്തമാണെന്ന് ഉറപ്പാണെങ്കിൽ മതി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? ഞെത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് എന്താടാ ഇങ്ങനെ പറയണത്? ഈ കാര്യമായിട്ട് പറയണേ? ഞാൻ കളി പറയാമെന്ന് വിചാരിച്ചത്. എന്താ സംഭവിക്കുക അങ്ങനെ പറയണം? അങ്ങനെ പറയാൻ പാടുണ്ടടാ. പറയാം അങ്ങനെയൊന്നും പറയാൻ പാടില്ലടി, അതൊക്കെ തെറ്റാണെന്നറിയാം. പക്ഷെ ആ ചിന്തയ്ക്ക് ഈ ഉണ്ടാക്കുകയാണ്. ഞാൻ എന്തുണ്ടാക്കിയടാ? ഞാൻ അപ്പം മര്യാദയ്ക്ക് കിടന്നുറങ്ങിയല്ലേ ശാലിനി. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഈ ഈറനായ മുടിയൊക്കെ എൻ്റെ മുഖത്തിട്ട് നിൻ്റെ ഗന്ധേ എനിക്ക് മസ്താടി. അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവൂലേ? ഞാനൊരു ആൺകുട്ടിയല്ലേ. അപ്പോൾ ശരി. അപ്പോൾ പിന്നെ ഓളറെ എന്നാലും സാബു അങ്ങനെ പറഞ്ഞ ആടി സോറി, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ വെറുതെ പറഞ്ഞൊന്നല്ല, എൻ്റെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, അത് പറഞ്ഞാണ്. പോട്ടെ എന്നാൽ സാരമില്ല. അപ്പോൾ ഓള് നീച്ചാലോ എന്ത് ചെയ്യും? അപ്പം തന്നെ ഓളെ കൈ 2 എൻ്റെ നെഞ്ഞത്ത് വെച്ചിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കഴിക്കും. അപ്പോൾ അറിയുന്ന ഞാൻ പോട്ടെ സാബു നീക്കൂല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പറയും നീക്കുക, പിന്നെ അമ്മ വിളിച്ചാൽ വേണീക്കണം. ഞാൻ നീച്ചോളാം. അപ്പം പറയും എന്നാൽ ഞാൻ വേണീക്കണമെങ്കിൽ നേരത്തെ തന്ന വരിൻ്റെ ഉണർവിൽ എനിക്കൊരു ഉമ്മയും കൂടി തന്നേച്ച് പോടി. അപ്പോൾ ഓളൊരു ഉമ്മ കൊടുക്കുക. അപ്പോൾ കുറേ ഓളെ പിടിച്ച് ചുമ കൊടുക്കുക. വളരെ മതി അമ്മേനെ ധിക്കരിച്ചെന്ന് വിചാരിക്കുക. അമ്മ അങ്ങോട്ട് വരുമ്പോഴത്തേന് ഞാൻ വേഗം പോട്ടെ, സാബുവിനെ വിളിക്കേണ്ടെന്ന് സാബുവിൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ധിക്കാരപ്പെട്ട് വന്ന് വിചാരിക്കും. സാബു പോട്ടേടാറ് എന്നാൽ ശരി പോയിക്കണം. നീക്കണം എൻ്റെ മുത്തല്ലേ എനിക്കണം. ഞാൻ നീക്കും ഒരു 1 മണിക്കൂർ ഉറങ്ങാം. വളരെ 1 മണിക്കൂർ ഉറങ്ങണടാ. എന്താടാ ഈ വേഗം പോയി മാറ്റി സുന്ദരിയാക്കുക. അപ്പോഴേക്കും ഞാൻ മാറ്റി റെഡ് ആയിട്ട് വരും. ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വിട്ടും കൊണ്ട് അവളെ കൈ വിടാൻ മനസ്സുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഓക്ക് വിടാൻ മനസ്സുണ്ടാവില്ല. അപ്പോൾ അത്രയും പ്രണയമാണ് അവരെ. അങ്ങനെ അവളെ വീട്ടിലേക്ക് പമ്മി പോവുക. അപ്പം അമ്മ പിന്നെ അവൻ്റെ അമ്മ കുളിക്കുകയാണ്, സാബുവിൻ്റെ അമ്മ കുളിക്കുകയാണ്. സാബുവിൻ്റെ അമ്മ അറിഞ്ഞില്ല ഇവൾ വന്നതൊന്നും, അല്ല അവൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നതൊന്നും. അങ്ങനെ അവളിങ്ങനെ പമ്മി പോകുമ്പോൾ ഉണ്ടാവും സുഗന്ധിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് സുകന്യ, ശാലിനി എവിടെ പോയത്? ഇപ്പോൾ പുലർച്ചെ ഇരുട്ടാണ്, 5:30 ഇരുടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവളെ ഞാനില്ലേ അച്ഛൻ സാബുവിനെന്തോ പറഞ്ഞേൽപ്പിച്ചിനെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയതേനെ. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു അവൻ ഉറങ്ങാണെന്ന്. പിന്നെ
എന്നാൽ ശരി വേഗം കുളിച്ചോളിട്ടാ, ഞങ്ങൾ കുളിക്കാൻ പോവാം. ശാലിനി കുളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വേഗം വരണേ, നമുക്ക് പെണ്ണിന് പൂവൊക്കെ വെക്കാനുള്ളതാ, ആയിക്കോട്ടെ ഞാൻ ചേച്ചി എന്തായാലും വരും ശാലിനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ശാലിനി കുട്ടി മനസ്സ് നിറഞ്ഞ് അങ്ങനെ പോവാണ്. നമ്മളെ സാബുമാനാണ് പിന്നെ ഉറക്കേ വന്നില്ല കേട്ടോ. ശാലിനി എന്നൊരു സുന്ദരമായ സ്വപ്നം അവൻ കാണുക, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമാണ് ശാലിനി. അപ്പോൾ അവൻ വിചാരിക്കണേ എൻ്റെ ശാലിനീനെ 2 കൊല്ലം കഴിയേണ്ട എൻ്റെ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ശാലിനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അവൾക്കും എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയൂല. പിന്നെ ഞാൻ വെറുതെ പെണ്ണിനെ ചീറ്റിയൊക്കെ പറയില്ലോ, എന്നിട്ടും ഇപ്പോൾ പുലർച്ചയ്ക്ക് എന്നെ വന്ന് വിളിച്ച കണ്ടില്ലേ. അങ്ങനെ ആലോചിച്ച് നേരെ 6 മണി കഴിഞ്ഞ് 6:30 ആയപ്പോൾ അമ്മ മോനെ നീക്കില്ലേ, കല്യാണപ്പുരയിൽ ആള് വരാൻ തുടങ്ങിയിട്ടോ, ഈ വീട് നെയ്ച്ച് കുളിക്കാൻ നോക്കുന്നറിയാം. അപ്പോൾ പറയും അമ്മ വെള്ളമൊക്കെ നിറച്ചു. ഞാൻ ഏട്ടനും കണക്കൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഏട്ടൻ കുളിച്ച് കഴിഞ്ഞ് പിന്നെ അതാ കല്യാണപ്പുര പോയി അവിടെ ചായയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഇവിടുന്ന് ചായ കുടിക്കാനും നിൽക്കണം. ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് കുടിച്ചില്ല, ഞാൻ എത്ര ദിവസമായി ഓരോ വിട്ടെന്നല്ലേ ചോറും ചായയൊക്കെ കുടിക്കല്, പിന്നെ നിങ്ങളെന്താ അങ്ങനെ പറയണേ. അല്ല ഈ പണ്ടൊന്നും അങ്ങനെയല്ലേരി അമ്മ പറയും. ഞാൻ പണ്ടൊന്നും അങ്ങനെയല്ലേനി, ഇപ്പം ഞാനല്ല, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറയാം അമ്മ. അങ്ങനെ അവൻ കിടക്കയിൽ നീച്ചിരുന്ന് ഇങ്ങനെ ശാലിനി എന്ന സുന്ദര സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ നീച്ച് അവൻ കുളിച്ച് സുന്ദരനാകാണ് കേട്ടോ. നമ്മളെ ശാലിനി സുന്ദരിയാവാണ്. അപ്പം നമ്മളെ കഥ എത്ര മതി കേട്ടോ. ശരിയാഴ്ച കാണുമ്പോൾ എന്തുണ്ട് അറിയാം, പെട്ടെന്ന് കഥ കഴിയും ചെയ്യും. ഒരു 15 മിനിറ്റിൽ എൻ്റെ കഥ പിന്നെ എപ്പിസോഡാക്കി വിടാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ആകുമ്പോൾ നെറ്റൊക്കെ തീർന്നിട്ട് ആൾക്കാർ കേൾക്കില്ല കാണൂല. അങ്ങനെ കല്യാണം ഒക്കെ നടക്കാൻ പോവുകയാണ്. ആ സുന്ദര നിമിഷങ്ങൾ ഇനി ഞാൻ അടുത്ത തന്നെ ഇടുന്നതായിരിക്കും. അപ്പം ടാറ്റ ബൈ ബൈ. കല്യാണം കഴിയുമ്പോൾ പിന്നെ എന്താണ് കാർത്തിക ടീച്ചറെയും ബാബുവിൻ്റെ ഫസ്റ്റ് നൈറ്റ് ആലോചിച്ചിട്ടാണ് നമ്മളെ സാബുമോന് സങ്കടം. അയ്യോ സങ്കടമൊന്നുമില്ല കേട്ടോ, ഓനങ്ങനെ വെറുതെ പറഞ്ഞതായിരിക്കും. പക്ഷെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. നമ്മൾ ലൈവ് കയറാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെ മക്കൾക്കൊക്കെ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. ചക്കരമ്മ, പഞ്ചാരമ്മ, എല്ലാവർക്കും എൻ്റെ ഈ കഥ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബൈ.